നമസ്കാരം രുചികട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു മധുരമായിട്ടാണ്, ഒരു പായസമാണ്. നമ്മൾ ഒരുപാട് പായസം ചെയ്തിട്ടുണ്ട്, എന്നാൽ ഇന്ന് വളരെ തികച്ചും വ്യത്യസ്തമായുള്ള ഒരു പായസമാണ്. ഫ്രൂട്ട് പായസമാണ്. കുറേ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ചേർത്താണ് ഈ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം നമ്മൾ എന്തൊക്കെ ഫ്രൂട്ട്സാണ് അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സാണ് ചേർക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണിത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ടൊരു ഒരു പാത്രം വെച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂപ്പിക്കാം. 1/4 കപ്പ് ബദാം ചേർക്കാം. അതുപോലെ 1/4 കപ്പ് പിസ്ത. ഇതിന്റെ കളർ ഇങ്ങനെ മാറി വരുന്നു തുടങ്ങുന്നുണ്ട്. സമയത്ത് 1/4 കപ്പ് മുന്തിരി കൂടെ ചേർക്കാം. ഗീ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കുകയാണല്ലോ വേണ്ടത്, മൂപ്പിച്ചെടുക്കുകയാണല്ലോ വേണ്ടത്. അപ്പം ഇത് മൂത്ത് വരുന്നുണ്ട്, നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് നെയ്യുണ്ട്, എന്നാലും നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ആവശ്യമാണ്. ഫ്രൂട്ട്സ് നമ്മൾ ഒന്ന് വരട്ടിയെടുക്കാൻ പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ പഴം മുറിച്ചതാണ്, ഏതാണ്ട് ഒരു 1/4 കപ്പ് വരും, അത് ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴം. ഇനി ഇതിലേക്ക് 1 കപ്പ് ആപ്പിൾ മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി പഴുത്ത മാങ്ങ ഒരു 1/4 കപ്പ്. ഇനി വേണ്ടത് പൊമോഗ്രാനൈറ്റ് ആണ്. ഞാൻ ഒരു കപ്പ് 1/4 മുതൽ 1 കപ്പ് വരെ എടുക്കാം. അത് ഇട്ട് കൂടെ ഒന്ന് നെയ്യുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാണ്. ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരണം, അതുവരെ ഒന്ന് വരട്ടി കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് നമ്മൾ ചേർത്തൊക്കെ നെയ്യ് കിടന്ന് ഒരു മണം വരുന്നുണ്ട്. പഞ്ചസാരയും നെയ്യും ഫ്രൂട്ട്സും എല്ലാം കൂടെ ചേർത്ത് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് സേമിയ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1-1.5 ടേബിൾ സ്പൂൺ. അരക്കപ്പ് വെർമിസില്ലി. ഇത് വറുക്കാത്തതാണ്, വറുത്തതാണെങ്കിൽ ഒന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കുന്നത് നല്ലതായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ വെർമിസില്ലി നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്, ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ 1 ലിറ്റർ പാൽ എടുത്ത് അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പാലൊന്ന് തിളച്ചിട്ട് പിന്നെ വെർമിസില്ലി ഒന്ന് വെന്ത് വരണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. പാല് ചൂടായി വന്നിട്ടുണ്ട്. സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഒരു നുള്ളുപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്, അതൊരു ബൗളിലേക്ക് ഇട്ട് ഇത് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാനൊരു 1/2 കപ്പ് പാല് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് കലക്കി വെച്ച് ഒഴിച്ചു കൊടുക്കാം.
ഈ കസ്റ്റാർഡ് ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതൊന്ന് കട്ടിയാവാൻ തുടങ്ങും. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിക്കുകയാണ്. അപ്പം മധുരം നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഇതിൻ്റെ ഒരു പകുതിയോളം വേണ്ടി വരും മിക്കവാറും. അപ്പോൾ സേമിയ വെന്തു വന്നു. പിന്നെ അതുപോലെ തന്നെ പായസം കുറച്ച് കട്ടിയാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് വരട്ടി വെച്ചതും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് നെയ്യിൽ വരട്ടിയതും കൂടെ ഇട്ട് കൊടുക്കാം. ആദ്യം ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട്സിൽ പഞ്ചസാരയുടെ ആ വെള്ളവും അതുപോലെ തന്നെ നെയ്യും ഒക്കെ ഉണ്ട്. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് വറുത്ത് വെച്ചതും കൂടെ ഇടാം. അപ്പം നമ്മുടെ ഫ്രൂട്ട് പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ഒന്ന് ഇളക്കി കൊടുക്കുക, സ്റ്റൗ ഓഫ് ചെയ്യുക. ഇതിപ്പം നമ്മൾ കുറേ ഫ്രൂട്ട്സ്, അതായത് ആപ്പിള്, പഴം, നേന്ത്രപ്പഴം, അതുപോലെ മാങ്ങ ഒക്കെ ഇട്ടിട്ടുണ്ട്, പൊമഗ്രാനറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഇത് ഫ്രൂട്ട്സും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ട് ഇത് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും വ്യത്യസ്തമായിട്ടുള്ളൊരു പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്യല്ലോ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങൾക്ക് എന്താ ഇഷ്ടമായോ എന്നൊക്കെയുള്ള കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.